അമ്മ മരിച്ചതും ആ വീട്ടിൽ വെച്ചാ. എന്റെ അമ്മ മരിച്ചതും ആ വീട്ടിൽ വെച്ചിട്ട്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ അല്ല, കുറച്ചല്ല അതിലധികം സ്പെഷ്യൽ ആണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ അല്ല, കുറച്ചല്ല അതിലധികം സ്പെഷ്യൽ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ മെയിൻ താരം ഉണ്ണിമോളാണ്. അപ്പം വീഡിയോ എന്താ നമ്മൾ പറയണ്ടല്ലോ, ചെറിയൊരു ഫോട്ടോഷൂട്ടിന് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? നമ്മള് ചെറിയൊരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. അപ്പൊ ഉണ്ണിമോള് ജനിച്ചിട്ട് പോലും അവളുടെ ഒരു ഫോട്ടോ നമുക്ക് സ്റ്റുഡിയോയിലാവട്ടെ ഒരു ഫോട്ടോഷൂട്ട് പോലും, ന്യൂ ബേബി ഫോട്ടോഷൂട്ട് പോലും നടത്താൻ പറ്റിയില്ല. അപ്പൊ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ണിമോൾക്ക് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്താൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിനെ നിങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലെന്നല്ലേ? ഇവരാരും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇടയ്ക്കൊക്കെ ചോദിക്കുമായിരുന്നു നേരത്തേക്ക്, അല്ലേ എവിടെ പോവാറില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ ഒരു ഗസ്റ്റിനെ കൂടെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പൊ ഉണ്ണിയുടെ ലുക്ക് എങ്ങനെയുണ്ട്? മുടിയൊക്കെ വെട്ടി സെറ്റായി, എന്നെ കണ്ടിട്ട് ഒരു കൊറിയൻ ഗേളിന്റെ ലുക്ക് ഉണ്ടെന്നാ ഉണ്ണിയണ്ണൻ പറഞ്ഞത്. ഏതാ ഈ വെണ്ടെന്ന് എനിക്കറിയത്തില്ല. കമന്റ് ബോക്സ് പറയണം കേട്ടോ. എന്റെ അമ്മ മരിച്ചതും ആ വീട്ടിൽ വെച്ചാ. എന്റെ അമ്മ മരിച്ചതും ആ വീട്ടിൽ വെച്ചിട്ട്. എന്റെ അമ്മയെന്നല്ല. അങ്ങനെ ഗൈസ്, ഇതാ നമ്മുടെ പൊന്നൂനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ അനിയത്തി. നിങ്ങൾ എല്ലാരും തിരക്കിയ മുതലേ അപ്പുറത്ത് തുറക്കാൻ പറ. അത് വൈകിട്ട് വിളിക്കാം, ബാ സമയം. നീ ആദ്യമായിട്ടല്ലേ കാണുന്നേ? ഇനി എവിടെ കൊണ്ടൊന്ന് ബീച്ചിൽ പോണം. പിന്നെ ചാച്ച ഗസ്റ്റ് ചെയ്യാനാ. നമ്മൾ കുറച്ച് സപ്പയുടെ വീട്ടിൽ പോയി. ഒരു കുരു പോലും ഇല്ലാത്ത മുഖമായിരുന്നു. മുഖമൊക്കെ വ്ളോഗിനിട ഒരു ഹായ് പറഞ്ഞു. ചില അമ്മമാരൊക്കെ തിരക്കും. ഹലോ, ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ചോദിക്കുക, ചേച്ചി എത്ര, എന്റെ അനിയത്തി സ്കൂൾ ഉറപ്പിൽ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിക്കുക എത്രയിലാ പഠിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. പൊന്നു ഞാൻ എന്തോ പറയാൻ, ക്യാമറ ശരി എന്നാലും എത്രയിലാണ്? 7ാം ക്ലാസ്സിലോ? ഒത്തിരി അമ്മമാര് നിന്നെ തിരക്കും. അങ്ങനെ ഉണ്ണിമോള് എണീറ്റ് പൊന്നുനെ കാണാം. ഉണ്ണിമോള് എണീച്ചുറക്കം. ഇച്ചിരി കൂടിയെങ്കിലേ ഉള്ളു മേക്കപ്പ്. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? പൗഡർ രണ്ടുപേരും അങ്ങോട്ടും പൗഡർ തീർന്ന വീട്ടിലെ. മഴയാണ്. മഴയത്ത് ഷൂട്ട് വെള്ളത്തിലാവോന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോവാണ്. ഉണ്ണേണം പറഞ്ഞ് എന്തായാലും നമുക്ക് പോവാന്ന്. അയ്യോ പേഷ്യന്റ് വരാം. ഞാൻ ഹാപ്പി ആയിട്ടിരുന്നോളെന്ന് പറഞ്ഞിട്ടാണ് ഷർട്ടിലും പിടിച്ച ഒരാളിരിക്കുന്നത്. അതുകൊണ്ട് ആളെ നമ്മൾ തിരിച്ചു കൊണ്ടാക്കുന്നതാണ്. കൊറിയൻ ബുക്ക് ഉണ്ടെന്ന് എന്റെ
നല്ല ഞങ്ങളുടെ ഉണ്ണിമോള് അനാമിമോള് അനാമി കണ്ടു കഴിഞ്ഞാൽ കൊറിയൻ ലുക്ക് ഇല്ലേ, കൊറിയനിലൊക്കെ കോഴികൾ ഇങ്ങനെ നടക്കുന്നത്. അത് പിന്നെ ഇന്ന് മുടി ഇച്ചിരി താന്നു വന്നിട്ടുണ്ട്. മുടി ഇച്ചിരി പോണിട്ടയിൽ ഇട്ടപ്പോ കൊറേ ഇത് കിളിച്ച് വരണം വെട്ടിയിട്ട് വയ്ക്കുന്നത്. അങ്ങനെ പൊന്നും കൂടെ ഉള്ളതുകൊണ്ട് ഈ യാത്ര നല്ല അടിപൊളിയായിരിക്കും. നല്ല സന്തോഷം നിറഞ്ഞു കേൾക്കുന്നത് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അതിന്റെ സംസാരമൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ഒറിജിനൽ വോയിസ് ഇടുന്നില്ല കേട്ടോ. ഹായ് പറഞ്ഞോളെ. ഹായ് ഹായ് ഗായ്സ്, ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണ് ഗായ്സ്. എന്റെ ഫോട്ടോ എല്ലാവരും ലൈക്ക് അടിക്കണേ. എന്റെ ഫേവറേറ്റ് സാധനമാണ് റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, ആനില ചക്ക കേട്ടോ. അതിലെ റംബുട്ടാൻ കിട്ടി കേട്ടോ. റംബുട്ടാൻ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടും. അപ്പൊ തന്നെ മഴയത്ത് ഞാൻ ചാടി ഇറങ്ങി കേട്ടോ. ടപ്പോൻ ടപ്പോൻ ടപ്പ് കൊട്ട് ടപ്പോൻ ടപ്പോൻ ടപ്പ് കൊട്ട്. അതെ കൊള്ളാം. മുഖം ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാവോ ഗൈസ്? ഉണ്ണിമോളെ കൈ കൊടുത്തില്ലെന്ന്. അതിന്റെ പേരിലാണ് അവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. വിഷമിച്ചിരിക്കുക. പാവന്റെ കൊച്ച് ഗൈസ്. അവളെ നിങ്ങൾ നോക്കി വെച്ചോ. ഇതാണ് പൊന്നു പൊന്നു പൊന്നു, എന്റെ അനിയത്തി പൊന്നു, നിങ്ങൾ തിരക്കുന്ന പൊന്നു. ഒരേ ഒരു പൊന്നു, അത് ഈ പൊന്നു പാടരുത്. പാടൂല. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അതിന്റെ പവറാണോ? ഫുഡ് കഴിച്ചതിന്റെ പവറാണ്. ഇച്ചിരി നേരം പവറായിരുന്നു, എന്നിട്ട് ഓഫ്. ഫ്രീക്ക് ഫാമിലിയാണ്. ഓപ്പോസിറ്റ് ഇടുമ്പോ ഓണാവാൻ വേണ്ടിട്ട്. ഹലോ, എല്ലാരും എന്നെ തിരക്കി കഴിഞ്ഞാൽ തിരക്കിയവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി വേറെ വല്ലതും പറയാനുണ്ടോ? ഒന്നും ഇനി വീണ്ടും ഞങ്ങൾ വ്ലോഗ് എടുക്കുമ്പോ എന്നെയും കാണാം. അതെ, യെസ്. ബീച്ച് എത്തിയിട്ട് വീണ്ടും ഒന്ന് ചിരിച്ചേ. താഴെ ഒരാളുണ്ടെന്ന് എന്റെ ഇവിടെ ഒരാളുണ്ട്. പൊക്കി കാണിക്കുന്നു. ഞാനിവിടെ ഒട്ടേ ഞാനും ചോറും പഴുപ്പും സലാഡും കൂട്ടി കഴിച്ചല്ലോ. ഫോട്ടോഷൂട്ട് ഉണ്ണിമോക്കാണുള്ളതാണെങ്കിലും മേക്കപ്പ് എനിക്ക് ഉള്ളതാട്ടോ. അങ്ങനെ ഞാൻ ചെറിയൊരു ബ്യൂട്ടി പാർലറിൽ കയറി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ചേച്ചി എണ്ണ മാത്രം ഒരുക്കിയില്ല. ചേച്ചി ഉണ്ടെങ്കിൽ ആയിട്ട് കുറെ മെമ്പർ പോലെ നടക്കും. എന്താ പറയുക? കാണിക്കേ നിങ്ങൾ അറിയണത് ഒരു പന്ന ചേച്ചിയുടെ എന്നെ ഒന്നും ഒരിക്കലും വേണ്ട. ലിപ്സ്റ്റിക് ഇട്ട് മുടിയെല്ലാം സ്റ്റൈലാക്കി നടക്കുക. എന്നെ ഒന്നും ഒരിക്കലും പൊട്ട് പോലും ഇട്ടതില്ല. ഇങ്ങനെ വൈറ്റ് എടുത്തിരുന്നേ. സത്യത്തിൽ പൊന്നുനെ മാറ്റി നിർത്തിയതോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടാ വരുന്നെന്ന് അവളോട് ആദ്യമേ പറഞ്ഞിട്ടില്ലായിരുന്നു. സർപ്രൈസ് ഇട്ടാണ് അവളെ കൊണ്ടുവന്നത്. അപ്പൊ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു സ്ഥലത്ത് കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സത്യത്തിൽ ഇന്ന് ഞാൻ ഒരുങ്ങിയത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ലൊക്കേഷൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിമോളുടെ സന്തോഷം കണ്ടില്ലേ? അപ്പോൾ അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഫോട്ടോഷൂട്ട് അവൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞല്ല കേട്ടോ ഈ തടി കിടക്കുന്നത്. ഇത് ഞങ്ങളെ കുഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ, ഉണ്ണിമോള്. ഒരു ഫോട്ടോഗ്രാഫേഴ്സും അങ്ങനെ ചെയ്യത്തില്ല. എങ്ങനെയെന്നല്ലേ ഏട്ടാ, ഉണ്ണിമോക്ക് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് ഞങ്ങൾ നോക്കിയിട്ട് കിട്ടാത്ത ക്രാഫോ അങ്ങനെ എന്തല്ലേ പറയാം, അതും ഡ്രസ്സും അവൾക്ക് കറക്റ്റ് പരിപാടി. സത്യത്തിൽ ഒരു ഫോട്ടോഗ്രാഫേഴ്സും ഇങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഇതാണ് ഉണ്ണിമോളുടെ ഫോട്ടോഷൂട്ടിന് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങള്. കുഞ്ഞിരിക്കില്ലേ കഴിഞ്ഞ വാങ്ങിച്ചോളൂ. ഒരെണ്ണം എടുത്തോ, ഒരെണ്ണം എടുത്ത് തടി കുഴപ്പമില്ലെന്ന്. ആപ്പിള് മോഷ്ടിക്കുന്നവള് ചമ്മിപ്പോയി. ഒറിജിനൽ പോലെ ഇരിക്കുന്നില്ലേ? ഈ
മത്തങ്ങ എന്തിനാ ഉണ്ണിമോക്ക് കറി വെച്ച് കഴിക്കാനാണോ? എല്ലാം അവളിപ്പോ എടുത്തെറിയും. അങ്ങോട്ട് ഇറക്കി വിടാ. ഗൈസ് ഞങ്ങൾ 2 വൈറ്റാ കൊച്ച്, ഞങ്ങൾ 2 വൈറ്റാ. നമ്മള് 3 നേരം കാണാൻ എന്ത് ഭംഗിയാ, ഒരാളെ കാണാൻ കൊള്ളത്തില്ല. ടപ്പുകൊട്ട് നീ ടപ്പുകൊട്ട് ടപ്പോ ടപ്പോ എന്റെ ടപ്പുകൊട്ട്. പൊന്നു സുന്ദരിയല്ലേ. പക്ഷെ അവളോട് പറഞ്ഞെങ്കിൽ അവളും വൈറ്റ് ഇട്ടിട്ട് വന്നേ ഇല്ലയോ? അല്ലേ മറ്റേ അടുത്തിട്ടാലും മതി. നീ ഇത്ര നേരം അങ്ങനെ ഈ ഒരു ദിവസം ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാട്ടോ. അങ്ങനെ ഉണ്ണിമോളുടെ ആദ്യത്തെ ഫോട്ടോഷൂട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഉണ്ണിമോളുടെ ഫോട്ടോസ് എടുത്ത് തരുന്നവരായിട്ടോ ആ വരുന്നത് അപ്പുണ്ണനും ചേച്ചിയും. അപ്പോൾ അവർ വൈഫും ഹസ്ബൻഡും ആട്ടോ. ഫോണിൽ കൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത് കേട്ടോ. അതിൻ്റെതായ സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഫോണിൽ സംസാരിച്ചതുപോലെയല്ല ആൾക്കാർ, 2 പേരും നല്ല ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് വന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയതേയില്ല. ഞങ്ങളെല്ലാവരും ഒരു ഗ്യാങ്ങിലുള്ളവരായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഉണ്ണിമോളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലായാലും ഉണ്ണിമോളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾ സത്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഫുൾ കാര്യങ്ങൾ അവരാണ് സെറ്റാക്കിയത്. ആദ്യമേ നമ്മള് ഫോട്ടോ എടുത്ത് ക്ഷീണിച്ച് ഇവിടെ ഒരാൾ പാലോടിയും ഇവിടെ ഒരാൾ റംബൂട്ടാൻ കഴിയലും എൻ്റെ കയ്യിൽ ഒരു റംബൂട്ടാനുണ്ട്. അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്ത് പക്ഷെ അവരെ സമ്മതിക്കണം, അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അല്ലയോ? അത് ആ ചേച്ചിയും ഹസ്ബൻഡും ആ ചേച്ചി ഹസ്ബൻഡ് ആൻഡ് വൈഫാ. അവരൊരു ഫാമിലിയാ. നമ്മളൊരു ഫാമിലി പോലെ നിന്ന് എല്ലാം ചെയ്യുന്ന ഇവിടെ ആ ചിരിപ്പിക്കുന്ന. കോഴിയുടെ ഒക്കെ അടിപൊളിയായാലും ഞങ്ങളിപ്പോ അത് കാണിക്കുന്നില്ല, വീഡിയോക്കകത്തുണ്ട്. ചെക്ക് കാത്തിരുന്ന് കാണുക. കാത്തിരുന്ന് കാണാൻ ഇതെന്ത് ന്യൂസോ?